അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. ചെറ്റത്തരം മുതൽ വീട്ടിൽ പോയി ചോദിക്കണമെന്നത് വരെ മുഖ്യമന്ത്രിയുടെ അതിരുവിട്ട പരാമർശങ്ങളിൽ മിണ്ടാനും വിഴുങ്ങാനുമാകാതെ കുഴങ്ങിയിരിക്കുകയാണ് CPM. പദപ്രയോഗങ്ങൾ വിവാദമായിട്ടും തിരുത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, പതിവ് പോലെ പറഞ്ഞതിലുറച്ച് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. നികൃഷ്ടജീവിയും പരനാറിയുമടക്കം CPM-നെ തിരിഞ്ഞുകൊത്തിയ വാക്പിഴകൾക്ക് സമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ പുതിയ പ്രയോഗ വിവാദങ്ങൾ. മറുഭാഗത്ത് CPM-ന്റെ ധിക്കാര മനോഭാവമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതാണ് പാർട്ടിക്കും മുന്നണിക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എതിരാളികൾക്കെതിരെ ജാഗ്രതയോടെ ആശയപരമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തേണ്ട നിർണായക ഘട്ടത്തിലാണ് പ്രയോഗ വിവാദങ്ങളിലെ ഈ ഊരാക്കുടുക്ക്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുത്തനായ നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ശൈലി പലപ്പോഴും ധിക്കാരപരമാണെന്നാണ് വിമർശനമുള്ളത്. കടക്കപ്പുറത്ത് എന്ന പ്രയോഗം മുതൽ പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാൻ മുതിർന്ന സ്വന്തം പാർട്ടിക്കാരനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് തിരിച്ചടിച്ചതിലേക്കുള്ള രാഷ്ട്രീയ ദൂരത്തിനിടെ സമാനമായ ഒന്നിലധികം ഉദാഹരണങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണി തോൽവിയിൽ CPM-നെ ശക്തമായി വിമർശിച്ച ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസമായിരുന്നു ഈ ശൃംഖലയിലെ മറ്റൊന്ന്. ഇതിനിടെ സുധാകരനെതിരെയുള്ള ചെറ്റത്തരം പരാമർശത്തിലെ രാഷ്ട്രീയ ശരികേടും ചർച്ചയായിട്ടുണ്ട്. ചെറ്റത്തരം എന്ന പ്രയോഗം കേവലം ഒരു വാക്കിലൊതുങ്ങുന്നതല്ല. ദരിദ്രന്റെ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കിനെ അധിക്ഷേപമായി ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനവും ശക്തമാണ്. സവർണബോധം പേർന്നവർ ദരിദ്രരെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച പദപ്രയോഗം ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് വന്നത് ഒരു രാഷ്ട്രീയ ശരികേടായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംസാര ശൈലി വ്യക്തിപരമാണെന്ന് വാദിക്കാമെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഓരോ വാക്കിനും വിലയുണ്ട്. പിണറായി വിജയന്റെ ഈ കടുത്ത പ്രയോഗങ്ങൾ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമോ? കാലം തെളിയിക്കട്ടെ.